പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. ഇന്നൊരു സാധാരണ ദിവസമല്ല. ഇന്ന് ലാസർ ശനിയാഴ്ചയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ദിവസം യേശുക്രിസ്തു ബേഥാന്യ ഗ്രാമത്തിലേക്ക് നടന്നു ചെന്നു. അവിടെ ഒരു കല്ലറയുടെ മുമ്പിൽ നിന്നു. ആ കല്ലറയ്ക്കുള്ളിൽ 4 ദിവസമായി മരിച്ചു കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് ലാസർ. ശരീരം ഇതിനകം അഴുകിത്തുടങ്ങിയിരുന്നു. നാറ്റം വന്നു തുടങ്ങിയിരുന്നു. ആരും പ്രതീക്ഷ കൈവിട്ടിരുന്നു. എന്നിട്ടും യേശു ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വാ. ആ ശബ്ദം മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് ചെന്നു. ആ ശബ്ദം അഴുകലിൻ്റെ നടുവിലേക്ക് ചെന്നു. ആ ശബ്ദം നിരാശയുടെ ആഴത്തിലേക്ക് ചെന്നു. അപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ് വന്നു. കൈകാലുകൾ ശീലകൾ കൊണ്ട് കെട്ടിയ നിലയിൽ, മുഖം തൂവാല കൊണ്ട് മൂടിയ നിലയിൽ അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ എന്താണ് മരിച്ചു കിടക്കുന്നത്? നിന്റെ പ്രത്യാശ മരിച്ചു കിടക്കുന്നു. നിന്റെ സ്വപ്നങ്ങൾ മരിച്ചു കിടക്കുന്നു. നിന്റെ ദാമ്പത്യം മരിച്ചു കിടക്കുന്നു. നിന്റെ ആരോഗ്യം മരിച്ചു കിടക്കുന്നു. നിന്റെ സാമ്പത്തിക സ്ഥിതി മരിച്ചു കിടക്കുന്നു. നിന്റെ വിശ്വാസം തന്നെ മരിച്ചു കിടക്കുന്നു. ചിലപ്പോൾ 4 ദിവസമല്ല, 4 മാസമായിരിക്കും. ചിലപ്പോൾ 4 വർഷമായിരിക്കും. ചിലപ്പോൾ 20 വർഷമായിരിക്കും. ഇതിനകം നാറ്റം വന്നു കഴിഞ്ഞിരിക്കും. ആരും ഈ പ്രാർത്ഥനാ സമയം മുഴുവൻ നീ ഒരു കാര്യം ഓർത്തിരിക്കണം. നിന്റെ സാഹചര്യം എത്ര ചീഞ്ഞ നാറിയാലും, എത്ര ദിവസം കഴിഞ്ഞാലും, എത്ര പേർ ഉപേക്ഷിച്ചാലും യേശുവിൻ്റെ ശബ്ദത്തിന് മരണത്തെ ജീവനാക്കി മാറ്റാനുള്ള ശക്തിയുണ്ട്. ഇന്ന് ആ ശബ്ദം നിനക്ക് വേണ്ടി ഉയരുകയാണ്. അതുകൊണ്ട് നിന്റെ കണ്ണുകൾ അടക്കുക, നിന്റെ ഹൃദയം തുറക്കുക, ഈ പ്രാർത്ഥനയിൽ മുഴുകുക. ചിലപ്പോൾ ജീവിതം ഒരു കല്ലറ പോലെ തോന്നും. ചുറ്റും ഇരുട്ടാണ്, ശ്വാസം മുട്ടുന്നു, ഏതു ദിശയിലേക്കാണ് നടക്കേണ്ടതെന്നറിയില്ല. മരണത്തിൻ്റെ ഗന്ധം നിറഞ്ഞിരിക്കുന്നു. ഈ അനുഭവം നിനക്ക് പരിചിതമാണോ? എങ്കിൽ ഈ പ്രാർത്ഥന നിനക്ക് വേണ്ടിയുള്ളതാണ്. ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന സഹോദര, ആശുപത്രി കിടക്കയിൽ മാസങ്ങളായി കിടക്കുന്ന സഹോദരി, ഡോക്ടർമാർ ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മകനെ, മകളെ, നിനക്ക് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ലാസറിൻ്റെ ശരീരം 4 ദിവസം അഴുകിക്കിടന്നതാണ്. പക്ഷേ യേശുവിൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു. അവൻ എഴുന്നേറ്റു. നിന്റെ ശരീരത്തിലെ ഓരോ കോശത്തോടും ഇന്ന് യേശു പറയുന്നു, പുറത്തുവാ. രോഗത്തിൽ നിന്ന് പുറത്തുവാ. ബലഹീനതയിൽ നിന്ന് പുറത്തുവാ. ദാമ്പത്യം തകർന്നു കിടക്കുന്ന ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ഒരു കാലത്ത് സ്നേഹം നിറഞ്ഞ വീടായിരുന്നു. ഇന്ന് ആ സ്നേഹം മരിച്ചു. ഇന്ന് ആ വിശ്വാസം മരിച്ചു. ഇന്ന് ആ സംഭാഷണങ്ങൾ മരിച്ചു. വീട് ഒരു കല്ലറ പോലെ നിശബ്ദമായിരിക്കുന്നു. പക്ഷെ ഇന്ന് യേശു നിന്റെ ദാമ്പത്യത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നു. നീ ഇതിനകം എല്ലാം ചെയ്തു കഴിഞ്ഞു. ഉപദേശിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. പക്ഷെ ഒന്നും മാറിയില്ല. ആ കുട്ടിയുടെ ആത്മീയ ജീവിതം മരിച്ചു കിടക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് യേശു ആ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നു. അവൻ വിളിക്കും, പുറത്തു വാ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വാ. ഏകാന്തതയിൽ കഴിയുന്ന സഹോദര, സഹോദരി, ഒറ്റയ്ക്ക് ജീവിക്കുന്ന വൃദ്ധരെ, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവരെ, സുഹൃത്തുക്കളില്ലാതെ തനിച്ചായവരെ, നിന്റെ സാമൂഹിക ജീവിതം മരിച്ചു കിടക്കുന്നുണ്ടാകാം. ചിരി മരിച്ചിരിക്കാം. സന്തോഷം മരിച്ചിരിക്കാം. ജീവിക്കാനുള്ള ആഗ്രഹം പോലും മരിച്ചിരിക്കാം. പക്ഷേ ഇന്ന് ഈ ശനിയാഴ്ച ഒരു ദിനമാണ്. ലാസർ ശനിയാഴ്ച, മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കുന്ന ദിനം. നിനക്കൊക്കെ വേണ്ടിയും അത് സംഭവിക്കും. ഇനിയും ചിലരുണ്ട്, വിശ്വാസം തന്നെ മരിച്ചവർ. ഒരു കാലത്ത് ദൈവത്തെ അടുത്തറിഞ്ഞവർ, ഒരു കാലത്ത് പ്രാർത്ഥനയിൽ മുഴുകിയവർ, ഒരു കാലത്ത് ആരാധനയിൽ കണ്ണീരൊഴുക്കിയവർ. പക്ഷേ ഇന്ന് ആ ബന്ധം മരിച്ചു. ഇന്ന് ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഹൃദയത്തിൽ ഉയരുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടോ എന്ന സംശയം തിങ്ങി നിൽക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന നിന്റെ വിശ്വാസത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ യേശു നിൽക്കുന്നു. അവൻ പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നിന്റെ മരിച്ച വിശ്വാസത്തെ ഞാൻ ഉയർപ്പിക്കും. യോഹന്നാൻ 11:35. ബൈബിളിലെ ഏറ്റവും നീ പുറത്ത് ചിരിക്കുമ്പോൾ ഉള്ളിൽ കരയുന്നത് അവൻ കാണുന്നുണ്ട്. ചിലപ്പോൾ നിനക്ക് തോന്നിയേക്കാം, ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പക്ഷേ ഇല്ല, യേശു കരഞ്ഞുവെന്ന ആ വാക്യം ഇന്ന് നിനക്ക് ഉത്തരം നൽകുന്നു. അവൻ നിനക്ക് വേണ്ടിയും കരയുന്നു. അവൻ നിനക്ക് വേണ്ടിയും മനസ്സലിയുന്നു. അവൻ നിനക്ക് വേണ്ടിയും ഉള്ളം നൊന്തിരിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിനക്ക് കരയണമെങ്കിൽ കരയ്ക്കോ. നിന്റെ കണ്ണീർ ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴുകട്ടെ. കണ്ണീരിനെ തടയേണ്ട, കണ്ണീരിനെ ഒളിപ്പിക്കേണ്ട. കാരണം യേശു തന്നെ കരഞ്ഞു. കണ്ണീർ ബലഹീനതയല്ല, കണ്ണീർ ഒരു പ്രാർത്ഥനയാണ്.
വാക്കുകളില്ലാത്തപ്പോൾ കണ്ണീർ ദൈവത്തോട് സംസാരിക്കും. സങ്കീർത്തനം 56:8 പറയുന്നു, എൻ്റെ അലച്ചിൽ നീ എണ്ണിയിരിക്കുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ശേഖരിച്ചിരിക്കുന്നു. അത് നിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലയോ? ദൈവം നിൻ്റെ ഓരോ കണ്ണുനീർ തുള്ളിയും ശേഖരിക്കുന്നു, ഓരോന്നും എണ്ണുന്നു. ഒന്നും പാഴായി പോകില്ല, ഒന്നും മറന്നു പോകില്ല. ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, ദൈവമേ, നീ എവിടെയായിരുന്നു? ലാസറിൻ്റെ രോഗവാർത്ത കേട്ടിട്ടും യേശു 2 ദിവസം അവിടെ തന്നെ ഇരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഈ താമസം ക്രൂരതയല്ലായിരുന്നു. ഈ താമസം ഉദ്ദേശ്യപൂർവമായിരുന്നു. ഈ താമസം ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദൈവം വൈകുമ്പോൾ അത് ഉപേക്ഷിക്കുന്നതല്ല. ദൈവം വൈകുമ്പോൾ അത് വലിയ ഒരു അത്ഭുതത്തിനുള്ള നിന്റെ അഴുകിയ പ്രത്യാശകൾക്ക് പുതുജീവൻ ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഹൃദയം കൊണ്ട് ഉത്തരം പറയൂ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞാണ് യേശു ബേഥാനിയയിലേക്ക് വന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് 3 ദിവസം കഴിഞ്ഞാൽ ആത്മാവ് ശരീരം വിട്ട് പൂർണ്ണമായി പോയിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്നു. അതായത് 4-ാം ദിവസം എന്നാൽ തിരിച്ചുവരവ് പൂർണ്ണമായും അസാധ്യം എന്നാണ് അർത്ഥം. മനുഷ്യദൃഷ്ടിയിൽ ഇത് അവസാനമാണ്. ഇനി ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ ദൈവം ഇങ്ങനെയാണ്. മനുഷ്യൻ അസാധ്യം എന്ന് പറയുന്നിടത്ത് ദൈവം തുടങ്ങുന്നു. ഡോക്ടറിന് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ചികിത്സ തുടങ്ങുന്നു. ബാങ്കിന് ലോൺ തരില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ധനാഗമം തുടങ്ങുന്നു. കോടതി ഇനി നീതി ലഭിക്കില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായം തുടങ്ങുന്നു. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ എന്ത് 4 ദിവസമായി മരിച്ചു കിടക്കുന്നു? 4 മാസമായിരിക്കാം, 4 വർഷമായിരിക്കാം, 20 വർഷമായിരിക്കാം. ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ ലാസർ, ശനിയാഴ്ച നിനക്കൊരു സന്ദേശമുണ്ട്. ദൈവം ഒരിക്കലും വൈകില്ല. ദൈവത്തിൻ്റെ സമയം തികവുള്ള സമയമാണ്. ദൈവത്തിൻ്റെ സമയം മനുഷ്യൻ്റെ സമയമല്ല. യെശയ്യാവ് 55:8-9 വരെ പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത് നിവൃത്തിയിലേക്ക് ഓടുന്നു. അത് വ്യാജം പറയുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, താമസിക്കുകയില്ല. ഈ വാഗ്ദാനം ഇന്ന് നിൻ്റെ ഹൃദയത്തിൽ പതിക്കട്ടെ. ദൈവം വാഗ്ദാനം ചെയ്തത് നിറവേറ്റും. താമസിച്ചാലും നിറവേറ്റും, വൈകിയാലും നിറവേറ്റും. യേശു കല്ലറയുടെ മുമ്പിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് ഓർക്കുക. അവൻ ആദ്യം പറഞ്ഞു, കല്ലു നീക്കുവിൻ. ഇത് ശ്രദ്ധിക്കുക. യേശുവിന് ആ കല്ല് സ്വയം നീക്കാൻ കഴിയുമായിരുന്നു. സർവശക്തനായ ദൈവപുത്രന് ഒരു കല്ല് നീക്കുന്നത് ഒരു പ്രയാസവുമല്ല. പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല. അവൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കല്ല് നീക്കുവിൻ. ഇതൊരു പ്രധാന സത്യമാണ്. അത്ഭുതം ദൈവം ചെയ്യും, പക്ഷേ ചില കല്ലുകൾ നീ നീക്കണം. ദൈവം അത്ഭുതം ചെയ്യുന്നതിന് മുൻപ് നീ ചില കാര്യങ്ങൾ ചെയ്യണം. നീ ചില തടസ്സങ്ങൾ നീക്കണം. നീ ചില കെട്ടുകൾ അഴിക്കണം. എന്താണ് നിൻ്റെ ജീവിതത്തിലെ കല്ല്? ചിലപ്പോൾ അത് അവിശ്വാസമായിരിക്കാം. ദൈവം ഇനി ഒന്നും ചെയ്യില്ല എന്ന ചിന്ത ഒരു കല്ലാണ്. ചിലപ്പോൾ അത് ക്ഷമിക്കാനുള്ള മനസ്സില്ലായ്മയായിരിക്കാം. നിന്നെ വേദനിപ്പിച്ച ആളോട് ക്ഷമിക്കാൻ നീ തയ്യാറല്ല. ആ ക്ഷമിക്കാനുള്ള മടി ഒരു കല്ലാണ്. ചിലപ്പോൾ അത് പാപമായിരിക്കാം. നീ ഇപ്പോഴും ബോധപൂർവം ചെയ്യുന്ന ഒരു പാപം ഒരു കല്ലാണ്. ചിലപ്പോൾ അത് ഭയമായിരിക്കാം. മാറ്റത്തെ ഭയപ്പെടുന്നത് ഒരു കല്ലാണ്. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാറ്റം വച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ. ഇതെന്താണ് കാണിക്കുന്നത്? കല്ല് നീക്കിക്കാൻ മാർത്ത ലാസറിനെ ഉയിർപ്പിച്ചത് ജനങ്ങളല്ല. ജനങ്ങൾ ചെയ്തത് കല്ല് നീക്കുക മാത്രമാണ്. ഉയിർപ്പിച്ചത് യേശുവാണ്. അതുപോലെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത് ദൈവമാണ്. പക്ഷെ കല്ല് നീക്കുന്നത് നിന്റെ ജോലിയാണ്. എഫേസ്യർ 3:20 പറയുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തനായവൻ ദൈവം ചെയ്യും. നീ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ദൈവം ചെയ്യും. പക്ഷേ ആദ്യം കല്ല് നീക്കുക. വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വയ്ക്കുക. ബാക്കി ദൈവം ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന 7 മേഖലകൾ. ഓരോന്നിനും യേശുവിൻ്റെ ശബ്ദം ഉയിർപ്പ് പ്രഖ്യാപിക്കും. ഓരോന്നിനും ഒരു വചനമുണ്ട്. ഓരോന്നിനും ഒരു വാഗ്ദാനമുണ്ട്. 1. മരിച്ച പ്രത്യാശ. ചിലപ്പോൾ നിനക്ക് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാതായിരിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനാണ് ഈ ദിവസം എന്ന ചോദ്യം ഉയരുന്നുണ്ടാകാം. ഒന്നും നല്ലത് സംഭവിക്കില്ല എന്ന ചിന്ത
മനസ്സ് നിറയ്ക്കുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് യേശു പറയുന്നു, നിന്റെ പ്രത്യാശയെ പുറത്തുവാ. യിരെമ്യാവ് 29:11. ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങളെ ഞാൻ അറിയുന്നു. അവ അനർത്ഥത്തിനല്ല, സമാധാനത്തിനുള്ള വിചാരങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഭാവിയും പ്രത്യാശയും നൽകുവാനുള്ളവ. ദൈവം നിനക്കൊരു ഭാവി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ ഭാവി ഇന്ന് ഉയർത്തെഴുന്നേൽക്കും. 2. മരിച്ച ആരോഗ്യം. രോഗം നിന്നെ തളർത്തി. 4. മരിച്ച സാമ്പത്തിക സ്ഥിതി. കടം കയറിയിരിക്കാം, ജോലി പോയിരിക്കാം, ബിസിനസ് തകർന്നിരിക്കാം, സമ്പാദ്യമില്ലാതായിരിക്കാം. പക്ഷേ ഇന്ന് യേശു പറയുന്നു, നിന്റെ സാമ്പത്തിക ജീവിതമേ പുറത്തുവാ. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തു തരും. ദൈവം നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നു. ദൈവം നിന്നെ പോറ്റും. ദൈവം നിനക്ക് വേണ്ടത് നൽകും. 5. മരിച്ച കുടുംബ ബന്ധങ്ങൾ. അച്ഛനുമായി വർഷങ്ങളായി സംസാരിക്കാത്തവരുണ്ട്. അമ്മയുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ ശത്രുക്കളായവരുണ്ട്. മക്കൾ മാതാപിതാക്കളെ മറന്നവരുണ്ട്. പക്ഷേ ഇന്ന് യേശു പറയുന്നു, നിന്റെ കുടുംബ ബന്ധങ്ങളെ പുറത്തുവാ. സങ്കീർത്തനം 133:1. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ദൈവം നിന്റെ കുടുംബത്തെ ഒന്നിപ്പിക്കും. ദൈവം മുറിവുകൾ ഉണക്കും. ദൈവം ഹൃദയങ്ങൾ അടുപ്പിക്കും. 6. മരിച്ച സ്വപ്നങ്ങൾ. ഒരു കാലത്ത് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദർശനമുണ്ടായിരുന്നു. ദൈവം മനസ്സിലിട്ട ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ ആ സ്വപ്നത്തെ കൊന്നു. പ്രായം കൂടി, സമയം കഴിഞ്ഞു, അവസരം നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് യേശു പറയുന്നു, നിന്റെ സ്വപ്നങ്ങളെ പുറത്തുവാ. ഹബക്കൂക്ക് 2:3. ദർശനം ഒരു നിശ്ചിത കാലത്തേക്കുള്ളതാണ്. അത് വൈകിയാലും കാത്തിരിക്കുക. അത് വരും, താമസിക്കുകയില്ല. മരിച്ച മനുഷ്യ എന്ന് പറഞ്ഞില്ല, ലാസറെ എന്ന് പേര് വിളിച്ചു. കാരണം ദൈവത്തിന് നിന്നെ പേരെടുത്തറിയാം. യെശയ്യാവ് 43:1 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ. ദൈവം നിന്നെ പേരെടുത്തറിയുന്നു. നിന്റെ സാഹചര്യം അറിയുന്നു. നിന്റെ വേദന അറിയുന്നു. നിന്റെ പ്രത്യാശ അറിയുന്നു. നിന്റെ ഭയം അറിയുന്നു. അവൻ നിന്നെ പേര് വിളിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയോടും യേശു പേര് ചൊല്ലി വിളിക്കുന്നു. നിന്റെ പേരെന്തായാലും, ജോസഫ്, മേരി, തോമസ്, ലിസി, അൻവർ, സിന്ധു, രാജേഷ്, അനിത, എന്തു പേരായാലും യേശു ആ പേര് ഇന്ന് വിളിക്കുന്നു. പുറത്തുവാ എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, യേശു ഉച്ചത്തിൽ വിളിച്ചു എന്ന് ബൈബിൾ പറയുന്നു. പതിഞ്ഞ ശബ്ദത്തിലല്ല, മന്ത്രിച്ചുകൊണ്ടല്ല, ഉച്ചത്തിൽ. കാരണം ഈ ശബ്ദം മരണത്തെ ജയിക്കേണ്ട ശബ്ദമാണ്. ഈ ശബ്ദം അഴുകലിനെ മറികടക്കേണ്ട ശബ്ദമാണ്. ഈ ശബ്ദം 4 ദിവസത്തെ ഇരുട്ടിനെ ഭേദിക്കേണ്ട ശബ്ദമാണ്. അതുകൊണ്ട് ഉച്ചത്തിലായിരുന്നു. ഇന്ന് ആ ശബ്ദം നിന്റെ ജീവിതത്തിലും മുഴങ്ങുന്നു. ഉച്ചത്തിൽ, ശക്തിയോടെ, അധികാരത്തോടെ. മരണത്തിൻ്റെ ഇരുട്ടിൽ പോലും ആ ശബ്ദം കയറി ചെല്ലും. നിരാശയുടെ ആഴത്തിൽ പോലും ആ ശബ്ദമെത്തും. ഒന്നിനും ആ ശബ്ദത്തെ തടയാൻ കഴിയില്ല. സഭാചരിത്രകാരന്മാർ ഒരു കാര്യം പറയാറുണ്ട്, യേശു ലാസറെ എന്ന് പ്രത്യേകം പേര് പറഞ്ഞതുകൊണ്ടാണ് ലാസർ മാത്രം ഉയർത്തത്. പേര് പറയാതെ പുറത്തുവാ എന്ന് ജീവിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഭൂതകാലത്തിൻ്റെ ശീലകൾ ധരിച്ചിരിക്കുന്നു. ജീവിക്കുന്നു. പക്ഷേ ഇപ്പോഴും പഴയ ഭയം, പഴയ ലജ്ജ, പഴയ കുറ്റബോധം ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇന്ന് യേശു നിന്നോട് പറയുന്നു, ആ ശീലകൾ അഴിച്ചു മാറ്റുക. ഭൂതകാലം നിന്നെ കെട്ടിയിടരുത്. കഴിഞ്ഞ തെറ്റുകൾ നിന്നെ ബന്ധിക്കരുത്. പഴയ പരാജയങ്ങൾ നിന്നെ നിർവചിക്കരുത്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറഞ്ഞ മോശം വാക്കുകൾ നിന്നെ മൂടിക്കിടക്കരുത്. ഗലാത്യർ 5:1. ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രരാക്കി. ആകയാൽ ഉറച്ചു നിൽക്കുവിൻ. അടിമന് കത്തിൻ കീഴിൽ വീണ്ടും കുടുങ്ങരുത്. ഈ വാക്യം ഇന്ന് നിനക്ക് വേണ്ടിയാണ്. ക്രിസ്തു നിന്നെ ഉയർപ്പിച്ചു. ഇനി കല്ലറ വസ്ത്രങ്ങൾ ധരിക്കേണ്ട. ഇനി മരണത്തിൻ്റെ ഗന്ധം വഹിക്കേണ്ട. ഇനി ഭൂതകാലത്തിൻ്റെ ഭാരം ചുമക്കേണ്ട. ലജ്ജയുടെ ശീല അഴിച്ചു മാറ്റുക. ഭയത്തിൻ്റെ ശീല അഴിച്ചു മാറ്റുക. കുറ്റബോധത്തിൻ്റെ ശീല അഴിച്ചു മാറ്റുക. പഴയ ബന്ധങ്ങളുടെ ശീല അഴിച്ചു മാറ്റുക. പഴയ ശീലങ്ങളുടെ ശീല അഴിച്ചു മാറ്റുക. മറ്റുള്ളവരുടെ വിധിന്യായങ്ങളുടെ ശീല അഴിച്ചു മാറ്റുക. നീ ഒരു പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ
സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇന്ന് നീ ഒരു പുതിയ സൃഷ്ടിയാണ്. കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ഒരു പുതിയ സൃഷ്ടി, കെട്ടുകൾ അഴിഞ്ഞ ഒരു പുതിയ സൃഷ്ടി, മരണത്തെ ജയിച്ച ഒരു പുതിയ സൃഷ്ടി. ഇനിയും ഒന്ന് ചിന്തിക്കാം. ലാസർ, യോഹന്നാൻ 11:45. ലാസറിനെ ഉയർപ്പിച്ചത് കണ്ട യഹൂദന്മാരിൽ പലരും യേശുവിൽ വിശ്വസിച്ചു. അതുപോലെ ദൈവം നിന്റെ ജീവിതത്തിൽ വൈകുന്നത് ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. നിന്റെ ഉയിർപ്പ് ഒരു സാക്ഷ്യമായിരിക്കും. നിന്റെ അത്ഭുതം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കും. നിന്റെ കഥ ആയിരങ്ങളെ പ്രോത്സാഹിപ്പിക്കും. റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും ഗുണത്തിനായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് നിനക്ക് തോന്നുന്ന ഈ വൈകൽ, ഈ താമസം, ഈ 4 ദിവസം, ഇതെല്ലാം ദൈവം ഗുണത്തിനായി മാറ്റും. ഈ കണ്ണുനീർ സന്തോഷമായി മാറും. ഈ ഇരുട്ട് വെളിച്ചമായി മാറും. ഈ മരണം ഉയിർപ്പായി മാറും. ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിന്റെ മരിച്ച സാഹചര്യങ്ങൾക്ക് മേൽ ഉയിർപ്പ് പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥനയാണ്. ഹൃദയം കൊണ്ട് ഈ വാക്കുകൾ ഏറ്റുചൊല്ലുക. കർത്താവായ യേശു ക്രിസ്തുവേ, ഞാൻ ഇന്ന് നിൻ്റെ മുമ്പിൽ വരുന്നു. എൻ്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. നീ ലാസറിനെ ഉയിർപ്പിച്ച ദൈവമാണ്. 4 ദിവസം കഴിഞ്ഞ കല്ലറയിൽ നിന്ന് ജീവൻ നൽകിയ ദൈവമാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിലും ആ ശക്തി പ്രവർത്തിക്കണമേ. എൻ്റെ മരിച്ച പ്രത്യാശ യേശുവിൻ്റെ നാമത്തിൽ ഉയിർത്തെഴുന്നേൽക്കുക. എൻ്റെ മരിച്ച ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ഉയിർത്തെഴുന്നേൽക്കുക. എൻ്റെ മരിച്ച ദാമ്പത്യം യേശുവിൻ്റെ നാമത്തിൽ ഉയിർത്തെഴുന്നേൽക്കുക. എൻ്റെ മരിച്ച സാമ്പത്തിക സ്ഥിതി യേശുവിൻ്റെ നാമം ഇന്നു മുതൽ ഞാൻ വിശ്വസിക്കും. യേശുവേ, നീ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. നന്ദി കർത്താവേ. ആമേൻ. ഈ ലാസർ ശനിയാഴ്ച നമ്മൾ ഒരു വലിയ യാത്രയുടെ ആരംഭത്തിലാണ്. നാളെ ഓശാന ഞായറാഴ്ചയാണ്. യേശു യെരുശലേമിലേക്ക് കഴുതയുടെ മേൽ കയറി വരുന്ന ദിവസം. അതിനുശേഷം വിശുദ്ധവാരം, കഴുകൽ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, പിന്നെ ആ മഹത്തായ ഉയിർപ്പ് ഞായറാഴ്ച. ലാസറിൻ്റെ ഉയിർപ്പ് ഈസ്റ്റർ ഉയിർപ്പിൻ്റെ ഒരു മുന്നോടിയാണ്. ലാസർ ഉയിർത്തു, അത് ശരിയാണ്. പക്ഷേ ലാസർ പിന്നീട് വീണ്ടും മരിച്ചു. കാരണം ലാസറിൻ്റെ ഉയിർപ്പ് താൽക്കാലികമായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് ശാശ്വതമാണ്. ക്രിസ്തു ഉയിർത്ത് ഇനി മരിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉയിർപ്പിലൂടെ നമുക്ക് ശാശ്വത ജീവൻ ലഭിക്കുന്നു. ലാസർ ശനിയാഴ്ച മുതൽ ഉയിർപ്പ് ഞായറാഴ്ച വരെയുള്ള ഈ ആഴ്ച ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നു. ഈ യാത്രയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കഷ്ടത കാണുന്നു. ഈ യാത്രയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശ് ചുമക്കുന്നു. ഈ യാത്രയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണം അനുഭവിക്കുന്നു. പക്ഷേ ഈ യാത്രയുടെ അവസാനം ഒരു ശൂന്യമായ കല്ലറയാണ്, ഒരു ഉയിർത്ത കർത്താവാണ്. ഇന്ന് ലാസർ ശനിയാഴ്ചയിൽ ദൈവം നിനക്കൊരു ചെറിയ ഉയിർപ്പ് നൽകുന്നു. നിന്റെ മരിച്ച സാഹചര്യങ്ങൾക്ക് ഒരു ഉയിർപ്പ്. പക്ഷേ ഈസ്റ്ററിൽ, ഉയിർപ്പ് ഞായറാഴ്ചയിൽ ദൈവം നിനക്ക് ഒരു വലിയ ഉയിർപ്പ് നൽകും. ശാശ്വതമായ ഒരു ഉയിർപ്പ്, മരണമില്ലാത്ത ഒരു ഉയിർപ്പ്, കണ്ണുനീറില്ലാത്ത ഒരു ഉയിർപ്പ്. കണ്ണുകളടച്ച് കൈകൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തുക. സ്നേഹനിധിയായ ദൈവമേ, ഇന്ന് ലാസർ ശനിയാഴ്ചയിൽ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ലാസറിൻ്റെ കല്ലട പോലെ എൻ്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു. നീ ലാസറിനെ ഉയർപ്പിച്ചവനാണ്. ഇന്ന് എന്നെയും ഉയർപ്പിക്കും. കർത്താവെ, എൻ്റെ ജീവിതത്തിലെ ഓരോ കല്ലറയ്ക്ക് മുമ്പിലും നീ നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രത്യാശയുടെ കല്ലറയ്ക്ക് മുമ്പിൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ, എൻ്റെ ദാമ്പത്യത്തിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ, എൻ്റെ സാമ്പത്തികത്തിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ, എൻ്റെ കുടുംബത്തിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ, എൻ്റെ സ്വപ്നങ്ങളുടെ കല്ലറയ്ക്ക് മുമ്പിൽ, എൻ്റെ വിശ്വാസത്തിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ, ഓരോ കല്ലറയ്ക്ക് മുമ്പിലും നീ നിൽക്കുന്നു. ഓരോ കല്ലറയോടും നീ പറയുന്നു, പുറത്തു വാ. കർത്താവെ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ കല്ലുകൾ നീക്കുന്നു. അവിശ്വാസത്തിൻ്റെ കല്ല് ഞാൻ നീക്കുന്നു. ക്ഷമിക്കാനുള്ള മടിയുടെ കല്ല് ഞാൻ നീക്കുന്നു. ഭയത്തിൻ്റെ കല്ല് ഞാൻ നീക്കുന്നു. പാപത്തിൻ്റെ കല്ല് ഞാൻ നീക്കുന്നു. ഞാൻ കല്ല് നീക്കിയിരിക്കുന്നു. ഇനി ബാക്കി നിൻ്റെ കാര്യമാണ്. നിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. നിൻ്റെ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവെ, ഇന്ന് ഞാൻ എൻ്റെ കല്ലറ വസ്ത്രങ്ങൾ ഊരിയിടുന്നു. ലജ്ജയുടെ വസ്ത്രം ഊരിയിടുന്നു. ഭയത്തിൻ്റെ വസ്ത്രം ഊരിയിടുന്നു. കുറ്റബോധത്തിൻ്റെ വസ്ത്രം ഊരിയിടുന്നു. പഴയ ബന്ധങ്ങളുടെ വസ്ത്രം ഊരിയിടുന്നു. ഇന്ന് ഈ വീഡിയോ ഇന്നൊരു കല്ലറയിൽ കിടക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കുക. നിരാശയിൽ കിടക്കുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യുക. രോഗത്തിൽ കിടക്കുന്നൊരു ബന്ധുവിന് പങ്കുവയ്ക്കുക.
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ വഴി ദൈവം കൂടുതൽ ഹൃദയങ്ങളിലെത്തട്ടെ. ഈ ലാസർ ശനിയാഴ്ച നിന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാകട്ടെ. ഇന്നു മുതൽ നീ കല്ലറയിൽ കിടക്കുന്നവനല്ല. ഇന്നു മുതൽ നീ കല്ലറയിൽ നിന്ന് പുറത്തു വന്നവനാണ്. ഇന്നു മുതൽ നീ ഉയിർപ്പിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്നവനാണ്. ഇന്നു മുതൽ നീ ഒരു സാക്ഷ്യമാണ്. ലാസറെ, പുറത്തു വാ. നീ പുറത്തു വന്നു കഴിഞ്ഞു. സ്തുതി യേശുവിൻ്റെ നാമത്തിന്. ആമേൻ, ആമേൻ, ആമേൻ.